الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും അല്ലാഹുവെ ഭയപ്പെട്ടും അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടതുപോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ആഴ്ചകളിലേക്ക് ആയിട്ട് ഒരു പരമ്പര എന്ന രൂപത്തിൽ ഒരു വിഷയം ആരംഭിക്കാൻ ഉദ്ദേശിക്കാം. പുതിയ വിഷയമൊന്നുമല്ല, നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് കുടുംബം, വിവാഹം, ജീവിതം. നമുക്കറിയുന്ന, ധാരാളം അറിയുന്ന, നന്നായി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ പുതിയ പശ്ചാത്തലത്തിലും കാലത്തും നമ്മുടെ സാഹചര്യങ്ങളിലും നമ്മുടെ പുതുതായ നമ്മുടെ രീതികളിലും ഒക്കെ വെച്ച് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ അതിനെ ആ രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ മിനിറ്റുകൾ നിൽക്കുന്ന കുത്തുബകളാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ കുടുംബം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു കുടുംബം എന്ന് പറയുന്ന ആരാണ്? ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒന്നിച്ച് ജീവിക്കുന്നു. അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികൾ കൂടിയായി, സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അവിടെ മാതാവും പിതാവുമായി, പിന്നെ അവിടെ സഹോദരനും സഹോദരിയൊക്കെ ആയി. ഇങ്ങനെ ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. മനുഷ്യരാണ് ഇങ്ങനെ ഇത്രയും വിപുലമായ അല്ലെങ്കിൽ ഭദ്രമായ രൂപത്തിൽ കുടുംബമായിട്ട് ജന്തുക്കൾക്കിടയിൽ ജീവിക്കുന്നത്. മറ്റു ചിലയിടത്തൊക്കെ ചില രൂപത്തിലൊക്കെ കാണുന്നുണ്ട്, ചില പഠനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇത്രയും വ്യവസ്ഥാപിതമായും ഇത്രയും ഭദ്രമായുമുള്ള ഒരു സംവിധാനം മനുഷ്യർക്കിടയിലാണ് കാണുന്നത്. ഇതെന്നു മുതലാണ് ഇങ്ങനെ തുടങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് പല ചർച്ചകളുണ്ട്. എന്നാണ് മനുഷ്യൻ കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്? ഈ കുടുംബ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്, ഒരുപാട് പഠനങ്ങളുണ്ട്, ഒരുപാട് ലേഖനങ്ങൾ, എഴുത്തുകളും ഒക്കെ ധാരാളമുണ്ട്. ഞാൻ ചിലതൊക്കെ വായിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. നിങ്ങളിൽ പലരും അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ വായിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ രസകരമായ ചർച്ചകൾ ഇത് പല വഴിയിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബം എന്ന് പറഞ്ഞത് ആയിപ്പോയതാണ്, ഉണ്ടായിപ്പോയതാണ്.
ചരിത്രപരമാണ് എന്നാണ് അതിന് പ്രയോഗിക്കുന്ന വാക്ക്. ചരിത്രപരം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അങ്ങനെ യാന്ത്രികമായി യാദൃശികമായി അങ്ങനെ വന്ന് രണ്ടുപേരും കൂടി ജീവിച്ച് അങ്ങനെ 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 അങ്ങ് ആയിപ്പോയതാണോ? അങ്ങനെ അങ്ങ് ഉണ്ടായതാണ്. ഭൗതികവാദപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് കുടുംബം എന്നത്. ഇങ്ങനെ ആയി വന്നതാണ്, അത് ഇങ്ങനെ ഇല്ലാതായും പോവും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതാണ് ചരിത്രപരം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം അനുസരിച്ചും അല്ലെങ്കിൽ ചരിത്രത്തെ സംബന്ധിച്ചുള്ള സത്യസന്ധമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാൻ സാധിക്കുക, ഇതങ്ങനെ ഒരു ചരിത്രപരം എന്ന് പറയുന്ന എങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടായി വന്ന അങ്ങനെ ആയി എന്ന് പോലെ സംഗതിയല്ല, മറിച്ച് ഇത് ദൈവികമാണ് എന്നതാണ്. കുടുംബം എന്ന സംവിധാനം അത് ദൈവികമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയക്കുമ്പോൾ തന്നെ കുടുംബമായിട്ടാണ് അയച്ചത്. അതല്ല, ഭൂമിയിലേക്ക് മനുഷ്യൻ വരുന്നതിന് മുമ്പ് ജീവിച്ചത് സ്വർഗത്തിലാണല്ലോ. സ്വർഗത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഒറ്റക്കല്ല സൃഷ്ടിച്ചത്. ആദം നബി ഒറ്റക്കല്ല. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ അദ്ദേഹത്തെ ഇണയും കൂടെ സൃഷ്ടിച്ചു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം, തഖ്വ കൈക്കൊള്ളുക, സൂക്ഷ്മതയോടെ ജീവിക്കുക, പടച്ചവനെ പേടിച്ച് ജീവിക്കുക. ആ പടച്ചവൻ ആരാണെന്നറിയോ? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരു സത്തയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. ഒരു സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹ, ആ സത്തയിൽ നിന്ന്, അതേ സത്തയിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ധാരാളം സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെ പരന്നു വ്യാപിച്ചുണ്ടായി. അപ്പൊ അങ്ങനെ നിങ്ങളെ ആ രൂപത്തിൽ പടച്ച് ഇങ്ങനെ കൊണ്ടുവന്ന തമ്പുരാനെ പേടിച്ച് ജീവിക്കണം, സൂക്ഷിച്ച് ജീവിക്കണം. വത്തഖുല്ലാഹല്ലദീ, വീണ്ടും ഒന്നും കൂടെ പറയാം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ട് പറയാ അല്ലദീ, അള്ളാഹു എങ്ങനെയുള്ളവനാണ്, തസാഅലൂന ബിഹി, അവനെ മുൻനിർത്തി നിങ്ങൾ പരസ്പര അവകാശങ്ങളൊക്കെ ചോദിക്കുന്നത് അള്ളാഹിനെ മുൻനിർത്തിയാണല്ലോ. ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കണം. കുടുംബ ബന്ധവും കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കണം. അപ്പൊ ഇവിടെ ഒന്ന് നിങ്ങളെ ഒരു സത്തയിൽ നിന്ന് സൃഷ്ടിച്ച് ആ സത്തയിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ച്, അങ്ങനെയുള്ള റബ്ബ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ വന്നത്, മനുഷ്യൻ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് തന്നെ ഇണയും തുണയുമായിട്ടാണ്. ഭൂമിയിലേക്ക് വന്നപ്പോഴും അങ്ങനെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഇണയും കൂടിയാണ് ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ ഇതിങ്ങനെ ഏതോ അങ്ങനെയോ യാദൃശികമായി ആന്തരികമായി അങ്ങനെ ആയിപ്പോയതല്ല, മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ ഈ രൂപത്തിലാണ്. അങ്ങനെ ഒരു പുരുഷനും സ്ത്രീയും കൂടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന സംവിധാനമാണ് ഞാൻ പറഞ്ഞല്ലോ കുടുംബം. ആ കുടുംബ ബന്ധങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കണം എന്നുകൂടി ഈ ആയത്തിൽ അല്ലാഹു തആല പറയാം. അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അതുപോലെ, അതിന് നിങ്ങൾ എത്ര ജാഗ്രത കാണിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ജാഗ്രത കാണിക്കേണ്ടതാണ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ. അപ്പൊ അതിന്റെ ആ ഒരു പവിത്രത, അതിന്റെ ആ ഒരു മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ എന്ന് തുടങ്ങി എന്ന നമ്മുടെ ഒരു ചോദ്യത്തിന് ഇത് ദൈവികമാണെന്നും പടച്ച തമ്പുരാൻ മനുഷ്യനെ പടച്ചത് മുതലുള്ള സംഗതിയാണെന്നും പറഞ്ഞു. ഖുർആനിൽ വേറെ കുറെ ആയത്തുകൾ. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, സൂറത്തുൻ നഹൽ 72-ാമത്തെ ആയത്ത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു. എന്നിട്ട് വജഅല ലക്കും മിൻ അസ്വാജികും ബനീന, എന്നിട്ട് നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു തആല മക്കളെ തന്നു, ഉണ്ടാക്കി. പിന്നെ വഹഫദത്തൻ, പൗത്രന്മാര് പേരക്കുട്ടികളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കി. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്, എന്നിട്ട് നല്ലതുകൾ നല്ല 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 സംഗതികളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് ആഹാരങ്ങളും വിഭവങ്ങളും നൽകി. അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, ഇതൊക്കെ ചെയ്ത റബ്ബിനെ നിഷേധിച്ചുകൊണ്ട് പിന്നെയും അതല്ലാത്ത അസത്യങ്ങളിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫ,
അള്ളാഹു താല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണയെ സൃഷ്ടിച്ചു, എന്നിട്ട് മക്കൾ സൃഷ്ടിച്ചു, പിന്നെ പേരക്കുട്ടികൾ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി, അങ്ങനെയുള്ള ഈ കുടുംബം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇത് റബ്ബ് സുബ്ഹാനഹു താല മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതും മനുഷ്യരെ സൃഷ്ടിച്ചു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സംഗതി. ഇതെന്തിനും എങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഈ കാരണന്മാർക്കൊന്നും ചിലപ്പോൾ അങ്ങനെ മനസ്സിലാവില്ല. കാരണം നമ്മൾ വേറൊരു ലോകത്താണ്. പുതിയ ലോകത്ത് നടക്കുന്ന ചർച്ചകളുണ്ട്. പുതിയ നമ്മുടെ കുട്ടികൾ, അത് എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത്തരം സംഗതികളിൽ സീരിയസ് ആയി ഇടപെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ ലോകമുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നടക്കുന്ന ഒരു ചർച്ച എന്ന് വെച്ചാൽ ഈ കുടുംബം എന്നത് ഒരു ഭാരമാണോ അല്ലേ എന്നാണ്. കുടുംബം എന്നുള്ളത് ഒരു ഏടാകൂടമാണെന്ന്, ഇത് മനുഷ്യനെ എന്താ പറയുക ഇടങ്ങേറാക്കാനുള്ള സംവിധാനമാണെന്ന്. മനുഷ്യന് സ്വാതന്ത്ര്യവും മനുഷ്യന് സന്തോഷവും മനുഷ്യന് സമാധാനവും അവന് ജീവിതത്തിൽ എന്താ പറയാ ആസ്വാദനവും എൻജോയ്മെന്റും ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ സംഗതിയെ പൊളിക്കണം എന്ന്. അപ്പൊ കുടുംബം പൊളിക്കുക എന്നുള്ളത് വലിയൊരു പരിപാടിയായിട്ടാണ്. ഇതിപ്പോ നമ്മുടെ നാട്ടിലൊന്നും ഇതിപ്പോ ഇങ്ങനെ കുറേശ്ശെ ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെ വന്നുള്ളൂ. ഇതൊക്കെ കുറെ നേരത്തെ നടന്നു ലോകത്തിന്റെ പല ഭാഗത്ത്. പാശ്ചാത്യ ലോകത്ത്, പടിഞ്ഞാറൻ ലോകത്ത് ഈ സംഗതികൾ വളരെ മുമ്പേ നടന്നു. അവിടെ കുടുംബത്തിനൊന്നൊരു വലിയ കുടുംബം എന്ന് പറയുന്നത്, അതായത് മക്കളെ അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും ചേർന്ന് മക്കളെ വളർത്തുക എന്നുള്ള ഒരു സംഗതി അങ്ങനെയൊന്നുമില്ല. അധികം ആൾക്കും ഒരുപക്ഷെ അച്ഛൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ, അല്ലെ? അല്ലെങ്കിൽ അവർക്ക് വേറെ സ്റ്റെപ്മദർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംവിധാനങ്ങളായിട്ട് വേറെ എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് പരിപാലിക്കുന്നതോ കാണുന്നതോ ആയിട്ടുള്ള ഒരു സംഗതിയൊക്കെ ഈ സംഗതി കേസൊക്കെ അവർ പണ്ടേ വിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെക്കുറിച്ചുള്ള പഠനത്തിൽ വേറെ രസകരമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മുതലാളിത്തം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മുതലാളിത്തം കമ്മ്യൂണിസം എന്നൊക്കെ പറയും. ഇതൊക്കെ മനുഷ്യ സമൂഹത്തെ അവരുടെ ജീവിത ഗതികളെ നിയന്ത്രിക്കുന്നതും നിർവചിക്കുന്നതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മൗലികമായ തത്വങ്ങളാണ്. മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എവിടോ നടക്കുന്നത്, മറ്റേ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എവിടോ നടക്കുന്നത്, നമുക്ക് അതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അങ്ങനെയല്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്നതും ഏതോ അർത്ഥത്തിൽ നമ്മൾ വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പൊ ഈ കുടുംബം വേണ്ട എന്ന് പറഞ്ഞ ഈ സംഗതികൾ എവിടുന്നാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് നിരീക്ഷണത്തിൽ പണ്ഡിതന്മാര് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നം, ചിന്താഗതിയാണ്. മുതലാളിത്തത്തിന് കുടുംബം ഉണ്ടായാലും എന്താ കുഴപ്പം? മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റലിസം എന്ന് പറയുന്നതാണ് മുതലാളിത്തം എന്ന് പറഞ്ഞാൽ. പിന്നെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്വത്തവകാശം അനുവദനീയമാണ്, അത് പരമാവധി സമ്പാദിക്കണം, ആനന്ദിക്കുക. ആ ഒരു അർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന കാഴ്ചപ്പാടാണ്, അല്ലെ? അടിസ്ഥാനപരമായി സാമ്പത്തികവുമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ് മനുഷ്യൻ പരമാവധി സമ്പാദിക്കുക, പരമാവധി സുഖിക്കുക, ആസ്വദിക്കുക, അനുഭവിക്കുക, ജീവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അതിലേക്ക് പോവല്ല. അപ്പൊ അതിന്റെ ആ ഒരു ചിന്താഗതി ഇപ്പൊ പാശ്ചാത്യ ലോകത്ത് അമേരിക്കയിലാവട്ടെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പലതും ആകട്ടെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്, അല്ലെ? അപ്പൊ അവര് ആണ് ഈ കുടുംബം പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാന കാരണക്കാരെന്ന് പറയുന്നത്. എന്നിട്ട് മുതലാളിത്തം കുടുംബം പൊളിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പരമാവധി ബിസിനസ് നടക്കുക, പരമാവധി കച്ചവടം നടക്കുക, പരമാവധി ലാഭം ഉണ്ടാക്കുക, അതിനുള്ള പുതിയ വഴികളും മാർഗങ്ങളും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മുതലാളിത്തത്തിന്റെ ഒരു രീതിയാണ്. അപ്പൊ ഈ കുടുംബം പൊളിഞ്ഞാൽ എവിടുന്ന കച്ചവടം ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മനുഷ്യൻ മാറുന്നതിൽ വലിയ പ്രചാരണപരമായ പങ്ക് വഹിച്ചത് മുതലാളിത്താണെന്നാണ്. പിന്നെ ആ അണുകുടുംബം കൂടി പോയിട്ട് കുടുംബം തന്നെ വേണ്ട, മനുഷ്യർ ഒറ്റക്കൊറ്റക്ക് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ചിന്താഗതി മനുഷ്യനിൽ വളർത്തുന്നതിലും പ്രചാരണപരമായ പങ്ക് ഇവർക്കുണ്ട്. ഇതിന്റെ സ്വാധീനം നമ്മൾക്ക് അറിയാതെ നമ്മളിൽ വരും. എന്താ വെച്ചാൽ, ഈ കൂട്ടുകുടുംബം പോയിട്ട് അണുകുടുംബമായാലും എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഉപഭോഗത്തിനാണ് മുതലാളിത്തത്തിൽ പ്രാധാന്യം. നിങ്ങൾ എത്ര കൂടുതൽ ഉപയോഗിക്കുന്നു, ഉപഭോഗം ചെയ്യുന്നുവോ അതിനനുസരിച്ച് അവിടെ ലാഭം കൂടും. അപ്പൊ വേഗം മനസ്സിലാകുന്ന ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു കൂട്ടുകുടുംബത്തിൽ ഒരു വാഷിംഗ് മെഷീനല്ലേ ഉണ്ടാവുള്ളൂ. 4-5 ആളുകൾ കൂടി, 8-10 ആളുകൾ കൂടിയിട്ട് 3-4-5 ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കൂടി പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കുടുംബം ഒരു വാഷിംഗ് മെഷീനാണ് ഉണ്ടാവുകയാണെങ്കിൽ അവർ 5 കുടുംബമായിട്ട് പോവുകയാണെങ്കിൽ 5 വാഷിംഗ് മെഷീൻ വാങ്ങുന്നു, 5 ടെലിവിഷൻ വാങ്ങുന്നു, 5 ഫ്രിഡ്ജ് ഉണ്ടാവുന്നു. പിന്നെ അവിടെ ഇതുപോലെ ഒരു വീട് മാത്രമാകുമ്പോൾ അവിടെ ഉണ്ടാകുന്നതിനൊക്കെ 5ആയിട്ട്. അപ്പൊ അവിടെ അതൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഉൽപാദനം നടക്കും, ഇതിന്റെ വിപണനം നടക്കും, അതുവഴി ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കൂട്ടുകുടുംബത്തെ പൊളിച്ച് അണുകുടുംബമാക്കിയതിന് ഈ ചിന്താഗതിക്ക് പങ്കിട്ട് ഞാൻ വായനയുടെ രസം പറയാം.
ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ പിന്നെ പറയുന്നത് ഈ അണുകുടുംബം ഇതും വേണ്ട. അതിപ്പോ അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവ് 2 കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും അല്ലാതെ ഒറ്റക്ക് ഓരോരുത്തർ ജീവിക്കുകയാണെങ്കിൽ അപ്പം എന്താവും, പിന്നെയും അത് വിഭജിച്ചിട്ട് പോയിട്ട് പിന്നെയും അവിടെ ഉൽപാദനം ആവശ്യമായിട്ട് വരും, ഉപഭോഗം ആവശ്യമായിട്ട് വരും. അപ്പൊ ബിസിനസ് കൂടും, ലാഭം കൂടും. പിന്നെ ഇങ്ങനെ അല്ലെ. ഇത് നമുക്കൊക്കെ മനസ്സിലാകുന്ന സംഗതിയുണ്ട്. പണ്ട് കാലത്ത് ഇപ്പൊ ഇതിൽ പറയുന്ന ഒരു ഉദാഹരണം എന്താ വെച്ചാൽ, പണ്ട് കാലത്ത് ഇപ്പൊ വീടുകളിലാണല്ലോ പ്രസവ ശുശ്രൂഷ കാര്യങ്ങൾ. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ. പിന്നെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ബിസിനസിന്റെ രൂപത്തിലേക്ക് മാറി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, പ്രസവിച്ച വീട്ടിലേക്കല്ലല്ലോ കൊണ്ടുപോവാ, അത് മറ്റു പല സംഗതികളിലേക്ക് ഇട്ട് കൊണ്ടുപോയി അതിന് പ്രത്യേക സെന്ററുകൾ. ഇങ്ങനെ വിഭജിച്ച് ഓരോ സംഗതികളിലും എങ്ങനെ ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന ഇത് വളരെ സമർത്ഥമായി നടക്കുന്നത് നമുക്കങ്ങനെ മനസ്സിലാവില്ല. നമ്മളോട് വന്നിട്ട് ഒരാൾ സ്റ്റഡി ക്ലാസ് എടുത്തൊന്നും പറയില്ല. നമ്മൾ അറിയാതെ അതിന്റെ ഇരകളായി പോകും. അവരാണ് കൂട്ടുകുടുംബത്തെ പൊളിച്ചത്, അവരാണ് അണുകുടുംബം സൃഷ്ടിച്ചത്, അവരാണ് അണുകുടുംബവും പൊളിച്ച്, അവരാണ് ഓരോ വ്യക്തി ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ. ഇതൊക്കെ ഒരു മുതലാളിത്ത ചിന്താഗതിയുടെ ഭാഗമാണ് എന്നത് വളരെ വസ്തുനിഷ്ഠമായ പഠനം അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്. മറ്റൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പുതിയ നവലിബറൽ ചിന്താഗതി എന്നൊക്കെ പറയുന്നില്ലേ. നവലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് മനുഷ്യൻ ജീവിക്കണം. കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ സ്വാതന്ത്ര്യം പോയി. പണ്ട് കാലത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇതിൽ ചില ആളുകൾക്കൊക്കെ അറിയായിരിക്കും. ഞാനിത് അവിടെ നിന്നൊക്കെ കിട്ടും, എനിക്ക് അത്ര കുറെ വയസ്സായിട്ടൊന്നുമില്ല. പക്ഷെ പണ്ട് പഴഞ്ചൊല്ല് ഞാൻ പറഞ്ഞാല് പെണ്ണ് കെട്ടിയ കാല് കെട്ടി പറയാറില്ലേ. പെണ്ണ് കെട്ടിയ കാല് കെട്ടി അല്ലെ, കുട്ടികളുണ്ടായാലോ വായും കെട്ടി എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. പെണ്ണ് കെട്ടുന്നവരോട് കല്യാണം കഴിക്കുന്നതല്ല, കെട്ടിയാലും കെട്ടിച്ചാലും. അപ്പൊ ആ കെട്ടലും കെട്ടിക്കലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്. അപ്പൊ ഒരാൾക്ക് വിധേയപ്പെട്ട് മറ്റൊരാൾ ജീവിക്കാൻ എന്ത് ചെയ്യണമെങ്കിലും അയാൾക്ക് ഇഷ്ടമുണ്ടോ നോക്കണം, അവൾക്ക് ഇഷ്ടമുണ്ടോ നോക്കണം അല്ലെ. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു പാരതന്ത്ര്യം, ഒരു മനുഷ്യന്റെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുടെ എന്തിനിങ്ങനെ. അതുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാടും യഥാർത്ഥത്തിൽ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് ലിബറൽ പുതിയ കാലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ശക്തിപ്പെട്ടിട്ടുള്ള ചിന്താഗതി. അപ്പൊ ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്തിനാ ഈ കുടുംബം എന്ന് നമ്മുടെ പുതിയ കുട്ടികളെ കൊണ്ടും ചെറുപ്പക്കാരെ കൊണ്ടും ചോദിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ തന്നെ അറിയാതെ കുടുംബം പൊളിച്ചു കളയേണ്ടുന്ന ഏടാകൂടമാണ് എന്ന ചിന്താഗതി ശക്തിപ്പെട്ടു വരുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് ഇതുവഴി മനുഷ്യ സമൂഹം എത്തിപ്പെടുക എന്നതാണ്. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുരക്ഷയും നമ്മൾ പാശ്ചാത്യ ലോകം അവർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ അവസ്ഥകളെ സംബന്ധിച്ച് പഠിച്ചു നോക്കൂ, എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമുള്ള സുരക്ഷ. ഒരു കുടുംബവും ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പരം മാനസിക ഐക്യത്തോടുകൂടി ജീവിക്കുകയും അവരവരുടെ കുട്ടികളെ നല്ല രൂപത്തിൽ സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തുകയും അവരുടെ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായിട്ട് അവർ നിൽക്കുകയും അങ്ങനെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ, ആ മനുഷ്യരനുഭവിക്കുന്ന സുരക്ഷ ഈ പറഞ്ഞ ഒരു ലിബറൽ സ്വാതന്ത്ര്യം അനുഭവിക്കണം, അങ്ങനെ ആക്കണം എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കിട്ടുകയില്ല എന്നതാണ്. അപ്പൊ മനുഷ്യ സമൂഹത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു നാശത്തിലേക്ക് അന്ധകനായിട്ടാണ് ഈ പുതിയ ചിന്താഗതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികൾ അറിയും. കുട്ടികൾ ഭാരമായിട്ട് കാണുകയാണെങ്കിൽ പിന്നെ കുട്ടികളെ വേണ്ട നോക്കുക, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഇവിടെയൊക്കെ കൊണ്ടുവരിക അല്ലെ. കുട്ടികൾ കുടുംബത്തിലാണ് ഏറ്റവും സുരക്ഷ അനുഭവിക്കുന്നത്. വയസ്സന്മാരെ കാര്യം കുറച്ചെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ചിന്താഗതി വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന്റെ വില അളക്കുന്നത്. വരുമാനമില്ലാത്തവൻ വരവ് കോളം ശൂന്യമാണ്, ചെലവ് കോളം. ഈ ചെലവ് കോളം മാത്രം ഒരാളാണെങ്കിൽ അയാൾക്ക് വിലയില്ല. വരുമാനമല്ലേ ഏതൊരാളും മനസ്സിലാക്കേണ്ടത്, വയസ്സന്മാരൊക്കെ മനസ്സിലാക്കേണ്ട. അവന്റെ കയ്യിൽ 10 ഉറുപ്പിക ഉണ്ടെങ്കിലേ വിലയുള്ളൂ. ചായക്കൊരു കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വില, നമുക്ക് ചായ മക്കളാണെങ്കിൽ പോലും അവരെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയിലില്ലേ. അപ്പോ പ്രായം ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സമ്പാദിക്കാനും വരുമാനം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് വില ഉണ്ടാവില്ല സമൂഹത്തിൽ. നേരെ മറിച്ച് ഒരു യഥാർത്ഥ കുടുംബം എന്ന് പറഞ്ഞാൽ വയസ്സായി കഴിയുന്നതോടുകൂടി അവർ ആ കുടുംബത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കുകയാണ് ചെയ്യുക. രോഗികളെ തള്ളുകയല്ല ചെയ്യാം. രോഗികളാണെങ്കിൽ അവർ പ്രത്യേകമായിട്ട് പരിചരിക്കുക ചെയ്യാം. അവശരുണ്ട്, ഒന്നിനും പറ്റാത്ത ആളുകളാണ് അവർ. അനാഥരും ആലംബഹീനരുമായി പോവല്ല ചെയ്യുക. അവരെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് വളർത്തി പരിചരിക്കുകയാണ് ചെയ്യുക അല്ലെ. പ്രായം ചെന്ന അവസ്ഥയിലൊക്കെ ആളുകൾ ഇരിക്കുകയാണെങ്കിൽ, മാതാപിതാക്കളാണെങ്കിൽ ആരായിരിക്കുകയാണെങ്കിലും ആളുകൾ അവരുടെ ജീവിതം തന്നെ കളഞ്ഞിട്ട് ഈ മക്കളെയും പാപ്പാരും, നമുക്കൊക്കെ എത്ര അനുഭവമുണ്ട്. ഇതൊക്കെ കുടുംബം കൊണ്ടുണ്ടാകുന്ന സംഗതിയാണ്. പിന്നെ ഈ മാനസിക രോഗം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളില്ലേ,
അവർക്കൊക്കെ സമൂഹത്തിൽ ഒരാൾ ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ ചെല്ലുന്നൊരു ചൊല്ലില്ലേ? സമൂഹത്തിന് അത്രയേ ഉള്ളൂ. ഒരാള് മാനസിക പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ മറ്റുള്ളവൻ അതൊരു തമാശ, അവൻ പറഞ്ഞു ഭ്രാന്തും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ, ഉടുക്കാതെ നടക്കുകയാണെങ്കിൽ അത് കണ്ട് ചിരിക്കാൻ ആളുണ്ട്. പക്ഷെ അതിൽ വേദനിക്കുന്ന ആൾ ആരുണ്ടാകുക? അത് അവന്റെ കുടുംബം ഉണ്ടാവുക. ഈ കുടുംബം, ഈ സംഗതിയെ ഇല്ലാതെ ഈ മനുഷ്യർ മുഴുവൻ ഇവർ ഈ പറയുന്ന പോലെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്വതന്ത്രന്മാരായി ഒറ്റക്കൊറ്റ ഇങ്ങനെ നടന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹം അതിന്റെ ആരംഭം മുതൽ കാത്തു സൂക്ഷിച്ചു വന്ന സകല സംഗതികളെയും പൊളിച്ചിട്ട് മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞിപ്പോ അവസാനിപ്പിക്കാം. ഇനി ബാക്കി എന്റെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഓരോ കാര്യങ്ങൾ. അപ്പോ ഇതിന്റെ ഗൗരവമുണ്ടല്ലോ. അർറഹിം മുഅല്ലഖത്തുൻ ബിൽ അർശ്, അർശുർ റഹ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബ ബന്ധം അല്ലാഹുവിന്റെ സിംഹാസനവുമായിട്ടാണ് ഇതിന്റെ ബന്ധം. പടച്ച റബ്ബിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുക, പടച്ച റബ്ബിന്റെ അധികാരപരിധിയിലും അത് ബന്ധപ്പെട്ട് കിടക്കുക. ആ സിംഹാസനത്തിന്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യവും പവിത്രതയും നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരീ പറഞ്ഞ ഇതൊന്നുമല്ല, അതിനപ്പുറത്ത് ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനവും നമ്മൾക്ക് ഏറ്റവും വലിയ സുരക്ഷ നൽകുന്നു. മനുഷ്യ സമൂഹം അതിന്റെ തുടക്കം മുതൽ പാലിച്ചിട്ടുണ്ട്. നമ്മുടെ ദീനിന്റെ 3/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ അടുത്ത ആഴ്ച ജീവിതത്തിന്റെ തന്നെ 3/2 എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബവും കുടുംബ ജീവിതവും ഒക്കെയാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി യഥാർത്ഥ ദീനിയായ ജീവിതം നയിക്കാനും സന്തോഷവും സമാധാനമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഭദ്രമായ സുരക്ഷിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റമദാൻ കഴിഞ്ഞിട്ടിപ്പോ എത്ര ദിവസമായി അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് പെരുന്നാൾ, അടുത്ത വെള്ളിയാഴ്ച ഒരാഴ്ച. എന്താണ് ഇപ്പൊ നമ്മുടെ ഒരവസ്ഥ എന്ന് ഞാൻ വെറുതെ ഒന്നുകൂടെ ചോദിക്കണം. എന്തെങ്കിലും പോറലോ തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്? നമ്മുടെ ഒരു വണ്ടിയൊക്കെ ഒന്ന് ബ്രേക്കിന് നിർത്തിയിട്ട് അതിന്റെ എല്ലാ കേടുപാടുകളും തീർത്ത് അതൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് മഞ്ചാക്കി പോളിഷ് ചെയ്തിട്ടൊക്കെ ഇറക്കിയിട്ടേ പിന്നെ അത് ഞാൻ എവിടെയെങ്കിലും തട്ടമുട്ടോ ചെയ്യുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവില്ലേ? ആ ഒരു ബേജാറ്, അതുപോലത്തെ ഒരു ബേജാറ് എനിക്ക് പറയാൻ തോന്നിയൊരു ഉദാഹരണം. അതുപോലത്തെ ഒരു ബേജാറ് നമുക്കുണ്ടോ? എവിടെങ്കിലും തട്ടിയോ ഒരാഴ്ചക്കുള്ളിൽ എവിടെങ്കിലും ഉരസിയിട്ടുണ്ടോ? പരിക്ക് പറ്റിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നല്ല ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകണം. നമ്മുടെ വണ്ടി എവിടെയും ഒരതാതിരിക്കട്ടെ, തട്ടാതിരിക്കട്ടെ, മുട്ടാതിരിക്കട്ടെ, പരിക്ക് പറ്റാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ എന്താ അറിയും, റമദാനിൽ നമ്മൾ സ്വായത്തമാക്കിയ സംഗതികളെ കൈവിട്ട് കളയാതെ മുന്നോട്ട് പോകണമെന്ന് ഒന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കുമാറാകട്ടെ, നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഒരു ശമനവും വന്നിട്ടില്ല. നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൊടിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു തീർപ്പില്ല. എന്നാലും നമ്മൾ പറയുന്നത് പോലെ പൈശാചിക ശക്തികൾ അവർക്ക് അത്ര കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതിലൂടെ ഒരു തിരിച്ചടി അവർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു അന്തസ്സാർന്ന പരിഹാരം മുസ്ലിം ഉമ്മത്തിനും ഇസ്ലാമിക സമൂഹത്തിനും ഇസ്ലാമിക ലോകത്തിനും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനും മുന്നോട്ട് പോകാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു പരിഹാരം, അതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ഇതൊക്കെ എവിടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ അടുത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പരിഹാരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് നമുക്ക് ഉണ്ടാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, പല ജാതി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ശിഫയും ആശ്വാസവും നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയി പലരും, കഴിഞ്ഞ ആഴ്ചയും മരിച്ചു, അതിന്റെ മുമ്പത്തും മരിച്ചു, നമ്മുടെ മഹല്ലിലും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു പലരും പ്രിയപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك الرؤوف الرحيم وصلى الله على محمد وآله وصحبه وسلم الحمد لله رب العالمين.